എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമൊക്കെ ഒരു കിടിലൻ വാർത്തയുണ്ട്. കുറെ നാളായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ DA കുടിശ്ശിക. അതെങ്ങനെ, എപ്പോ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന കുറച്ചു മിനിറ്റുകൾക്കുള്ളിലൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? അപ്പോ എല്ലാ സംശയങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോണ്ടാണ് ധനമന്ത്രി ബജറ്റിൽ ഇത് പറഞ്ഞത്. കുടിശ്ശികകൾ പൂർണ്ണമായും നൽകും. ഇതിൽ കൂടുതലൊരു ഉറപ്പ് വേണ്ടല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാല് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ്. ശരി, അപ്പോ ഈ പ്രഖ്യാപനം കൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ശമ്പളത്തിൽ എന്ത് മാറ്റം വരും? എപ്പോഴായി പൈസ കയ്യിൽ കിട്ടുക? ഇതൊക്കെയല്ലേ അറിയേണ്ടത്? അപ്പോ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഈ പണം എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നത്? അതിന്റെ തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോ സംഭവം വളരെ സിമ്പിളാണ്. 2 സ്റ്റെപ്പായിട്ടാണ് പൈസ വരുന്നത്. ആദ്യത്തെ ഗഡു, അതായത് 3% DA മാർച്ച് 1-ാം തീയതി കിട്ടുമല്ലോ, ഫെബ്രുവരിയിലെ ശമ്പളം. അതിന്റെ കൂടെ അക്കൗണ്ടിൽ വരും. പിന്നെ ബാക്കിയുള്ള 10% അത് മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം, അതായത് ഏപ്രിൽ 1-ന് ഒറ്റയടിക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ പൈസ എപ്പോൾ കിട്ടുമെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത ചോദ്യം, ഈ 13% കുടിശ്ശികയുടെ കണക്ക് എങ്ങനെയാണ് വന്നത്? ഇത് ഒറ്റയടിക്ക് കൂടിയ ഒരു തുകയല്ല കേട്ടോ, പല തവണയായിട്ട് കൂടി വന്നതാണ്. അതെ, ഈ നമ്പറാണ് ഏറ്റവും പ്രധാനം. 13%. ഇതാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ടോട്ടൽ കുടിശ്ശിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 5 വ്യത്യസ്ത സമയത്തായി കൂടിയതിന്റെ ആകെ തുകയാണ്. ദേ, ഈ ടേബിളിലേക്കൊന്ന് നോക്കിയേ. ഇതിലെല്ലാം വ്യക്തമാണ്. 2023 ജൂലൈ തൊട്ട് 2025 ജൂലൈ വരെ 5 തവണയായിട്ടാണിത് കൂടിയത്. കണ്ടില്ലേ? 3 തവണ 3% വെച്ചും പിന്നെ 2 തവണ 2% വെച്ചും. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 13% കുടിശ്ശികയായി മാറുന്നത്. ഓക്കെ, കുടിശ്ശികയുടെ കണക്ക് മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ DA എത്രയാകും? ഇപ്പോഴുള്ളതിൽ നിന്ന് എന്തു മാറ്റമാണ് വരാൻ പോകുന്നത്? നമുക്ക് നോക്കാം. അപ്പോ തുടങ്ങാം. നിലവിൽ, അതായത് ഇപ്പോ നമുക്കെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന DA എന്ന് പറയുന്നത് 22%, അല്ലേ? ഇനി ആദ്യത്തെ ഗഡു കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? മാർച്ച് 1-ന് ആ 3% കൂടെ വരുമ്പോൾ നിങ്ങളുടെ DA 22-ൽ നിന്ന് നേരെ 25%-ലേക്ക് ചാടും. അവസാനം ആ ക്ലൈമാക്സ് ഏപ്രിൽ 1-ന് ബാക്കിയുള്ള 10% കൂടെ അക്കൗണ്ടിൽ എത്തുന്നതോടെ നിങ്ങളുടെ ടോട്ടൽ DA 35%-ആയി മാറും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇത് നിങ്ങളുടെ ശമ്പളത്തിൽ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാക്കും. ഈ ചാർട്ടിൽ നോക്കുമ്പോൾ ആ മാറ്റം ശരിക്കും കാണാം. 22%-ൽ നിന്ന് നേരെ 35%-ലേക്ക്. ഇതൊരു ചെറിയ കാര്യമല്ല, നല്ലൊരു വർധനവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം, അല്ലേ? മുഴുവൻ 13% കുടിശ്ശികയും ഏപ്രിലിലൂടെ കയ്യിലെത്തും. 2 ഇൻസ്റ്റാൾമെന്റായിട്ടാണ് വരുന്നത്, ഒന്ന് മാർച്ചിലും അടുത്തത് ഏപ്രിലും. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ടോട്ടൽ DA 22-ൽ നിന്നും 35%-ആയി ഉയരും. സിമ്പിൾ. അപ്പോ ഈ കുടിശ്ശികയുടെ കാര്യം ഒരു തീരുമാനമായല്ലോ. അതോടെ ഒരു വലിയ ആവശ്യം നടപ്പിലായി. ഇനി അടുത്തതെന്തായിരിക്കും? ജീവനക്കാരും പെൻഷൻകാരും ഇനി എന്താവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കുക? ഒരു ശമ്പള പരിഷ്കരണമാണോ അതോ മറ്റ് ആനുകൂല്യങ്ങളാണോ? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മളിതിവിടെ നിർത്തുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.